എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു കണ്ണൂരിലെ ഒരു സ്കൂൾ ടീച്ചറുടെ ഒരു പോസ്റ്റ് വായിക്കുകയുണ്ടായി. ക്യാൻസർ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണ്, ക്യാൻസർ വൈകിയാണ് തിരിച്ചറിഞ്ഞത്, അതിനുള്ള ചികിത്സിക്കാനുള്ള തുക കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാൻസർ പോളിസികളെ കുറിച്ച് നമ്മൾ അവെയർ ആവാൻ വീണ്ടും ഒന്ന് അവെയർ ആക്കുന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ വരുന്നത്. കേരളം ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ക്യാൻസറിലും ഇന്ത്യൻ ആവറേജ് 1,00,000 പേരിൽ 100 പേരാണ് ഇന്ത്യയിലുള്ളെങ്കിൽ കേരളത്തിൽ അത് 135ആണ്. എല്ലാ അസുഖങ്ങളുടെയും ഒരു ക്യാപിറ്റലും കൂടിയാണ്. കാരണം ഫോൾസ് ലൈഫ് സ്റ്റൈൽ, അങ്ങനത്തെ ലൈഫ് സ്റ്റൈലിലെ ഡിസീസസ് കൂടുതൽ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് എമൗണ്ട് കിട്ടുന്ന പ്ലാനുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ച് എമൗണ്ട്, അതായത് 10 ലക്ഷം 20 ലക്ഷം രൂപ ഒരുമിച്ച് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടക്കും. പക്ഷെ ക്യാൻസറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറി പിന്നെ വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ക്യാൻസർ. അപ്പം അതും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരുമിച്ചൊരു എമൗണ്ട് കിട്ടുന്നു, അതിനുശേഷം പിന്നെ ലൈഫ് ലോങ് റിന്യൂവലിറ്റി, പിന്നീടും ക്യാൻസർ വന്നാലും ചികിത്സിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് HDFC Ergoയുടെ ഐക്കാൻ എന്ന പ്ലാൻ. അതുപോലെ തന്നെ ഇതിൽ വളരെയധികം, അതായത് നമുക്ക് അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള പ്രോട്ടോൺ തെറാപ്പി പോലെ, ഇമ്മ്യൂണോതെറാപ്പി പോലെ ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ നമുക്ക്, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് സിനിമാ താരങ്ങൾ, വലിയ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ക്യാൻസർ വന്നാലും അവര് ട്രീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരുന്നു. കാരണം അത് കോസ്റ്റ്ലി ട്രീറ്റ്മെന്റ് അവർ എടുക്കുന്നുണ്ട്. അവരിൽ ഒന്നിൽ ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹോൾഡ് വെച്ചിട്ട് അവർ പുറത്തു പോയി ചെയ്യുന്നു. പക്ഷെ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ചെയ്യാവുന്ന നല്ലൊരു പ്ലാൻ, ക്യാൻസർ കവർ പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈയിലോ അല്ലെങ്കിൽ വെല്ലൂരോ ഒക്കെ പോയിട്ട് അത് ഏറ്റവും മോഡേൺ, അപ്പോളോ ചെന്നൈയിലൊക്കെ പോയിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതുപോലത്തെ ഒരു പ്ലാൻ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാൻസർ പ്ലാൻ, ബെസ്റ്റ് ക്യാൻസർ പ്ലാനിനെ കുറിച്ചാണ് HDFC Ergoയുടെ ഐക്കാൻ എന്ന പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഡീറ്റെയിൽസ് മുഴുവൻ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഈ ഐക്കാൻ, HDFC Ergoയുടെ ഐക്കാൻ പ്ലാനിൽ 3 വേരിയൻസ് ഉണ്ട്: സ്റ്റാൻഡേർഡ്, എൻഹാൻസ്ഡ്, അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ പ്ലാനുകൾ. ഇതിൽ എൻഹാൻസ്ഡ് അഡ്വാൻസ്ഡ് പ്ലാനാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എല്ലാ ഫെസിലിറ്റി അവൈലബിൾ ആയുള്ള പ്ലാനാണ്. അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഇതിൽ 2 ഗുണങ്ങളാണ് ബേസിക്കലി ഏറ്റവും നല്ല ഗുണങ്ങൾ. ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി, ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സാധാരണ ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനുകളിൽ വൺസ് അസുഖം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ സം അഷ്വേർഡ് അത് കൊടുക്കും, അതോടെ പ്ലാൻ തീരുമെന്നുള്ളതാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എമൗണ്ട് സം അഷ്വേർഡ് കൊടുക്കുകയും ചെയ്യും, അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് കോസ്റ്റ് കിട്ടും. പിന്നെ എല്ലാ കൊല്ലം റിന്യൂ ചെയ്ത്, പിന്നെ ഭാവിയിൽ നമുക്ക് ഈ അസുഖം മാറി ഭാവിയിൽ വീണ്ടും വേറെ ക്യാൻസർ വരുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ട്രീറ്റ് ചെയ്യാമെന്നുള്ള കാര്യം, അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക പോളിസിയാണ് HDFC Ergoയുടെ ഐക്കാൻ എന്ന പ്ലാൻ. ഇതിൽ എങ്ങനെയാണ് ഈ ഒരുമിച്ചുള്ള ക്യാഷ് കിട്ടുന്നത്, ക്രിട്ടിക്കർ എന്ന് പറയും, അതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, 10 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു. ആൾക്ക് നമുക്ക് ഒരു 2 years കഴിഞ്ഞപ്പോൾ ഒരു ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ 60% ഓഫ് ദ മണി, അതായത് സം അഷ്വേർഡ് 6 lakhs കൊടുക്കും. അതിനുശേഷം ട്രീറ്റ്മെന്റ് കോസ്റ്റ് എല്ലാം കവറായി കിട്ടും. ട്രീറ്റ്മെന്റ് കോസ്റ്റ്, OP കോസ്റ്റ് എല്ലാം കവറായി കിട്ടും. പക്ഷെ നമുക്ക് ഒരുമിച്ച് ഒരു 6 ലക്ഷം കൂടി കിട്ടും. ആ കൊല്ലം തന്നെ അത് ക്യാൻസർ 4 സ്റ്റേജിലേക്ക് മാറി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള 4 lakh rupees കൂടി കിട്ടും, 10 lakh rupees കിട്ടുക എന്നർത്ഥം. ഇനി വേറെ സിനോറിയോ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഒരു കൊല്ലം 6 lakhs, ഫസ്റ്റ് സ്റ്റേജ് കണ്ടെത്തി 6 lakhs കിട്ടി. അടുത്ത കൊല്ലമാണ്, നെക്സ്റ്റ് ഇയർ റിന്യൂവൽ കഴിഞ്ഞ അടുത്ത കൊല്ലമാണ് ഇത് 4 സ്റ്റേജിലേക്ക് മാറുന്നതെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ സം അഷ്വേർഡ് 10 lakh കൂടി കൊടുക്കും. അതായത് ടോട്ടൽ 16 lakhs കിട്ടും. അത് 160% ഓഫ് ദ സം അഷ്വേർഡ് കിട്ടും. ഇത് ഒരു വലിയൊരു ഫീച്ചറാണ്. ഇങ്ങനെയാണ്, അതായത് ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി ഉണ്ട്, ഒരുമിച്ചൊരു ക്യാഷും നമ്മുടെ സം അഷ്വേർഡിന്റെ എമൗണ്ട് കിട്ടും എന്നുള്ള 2 ഫീച്ചേഴ്സ് ആണ് ഈ ഐക്കാൻ എന്നുള്ള പ്ലാനിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിലനിർത്തുന്നത്. ഇതുകൂടാതെ സാധാരണ കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി, ഓർഗാൻ ട്രാൻസ്പ്ലാന്റ്, പ്രോട്ടോൺ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇതൊക്കെ പ്രോട്ടോൺ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ വേദനാരഹിതമായ ചികിത്സാ രീതികളാണ്. ഇതൊക്കെ അഡ്വാൻസ്ഡ് 25 ലക്ഷം രൂപയൊക്കെയാണ് ഇതിന്റെ കോസ്റ്റ് വരിക. ഹോർമോണൽ തെറാപ്പി, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ഒക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഈ HDFC Ergo ഐക്കാൻ
എൻഹാൻസ് അഡ്വാൻസ് പോലത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, അതായത് കോസ്റ്റ് ചിലപ്പം അതിന് 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം സമ്മർഷോട് ഉള്ള പ്ലാൻ തന്നെ എടുക്കണം എന്നർത്ഥം. സമ്മർഷോട് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽ, ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മുംബൈ അല്ലെങ്കിൽ വെല്ലൂർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചെന്നൈ അപ്പോളോ പോലത്തെ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, അതായത് ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിൽ അത്, പ്രോട്ടോൺ തെറാപ്പി ആണെങ്കിൽ അത്, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ അത് ചെയ്തോളൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു പ്ലാൻ വേണം. എമൗണ്ടും കിട്ടും. ഇപ്പം 25 ലക്ഷം രൂപയുടെ പ്ലാൻ ആണെങ്കിൽ 25 ലക്ഷം രൂപയും കിട്ടും, ട്രീറ്റ്മെന്റ് കോസ്റ്റ് മുഴുവൻ കിട്ടും എന്നുള്ള, ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഇപ്പോൾ ഏത് ഇതാണെങ്കിലും കിട്ടും എന്നുള്ള ഒരു ഫീച്ചറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ OP കവേർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവേർഡ് ആണ് 30 ദിവസം, അഡ്മിഷൻ മുമ്പുള്ള 30 ദിവസം, ഡിസ്ചാർജിന് ശേഷമുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസം കവേർഡ് ആണ്. എമർജൻസി ആംബുലൻസ് 2000 രൂപ പെർ ഹോസ്പിറ്റലൈസേഷൻ കവേർഡ് ആണ്. സെക്കൻഡ് ഒപ്പീനിയൻ, നമ്മുടെ ക്യാൻസർ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, പക്ഷെ കമ്പനിയുടെ ഭാഗത്തുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഡോക്ടറുടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ഫെസിലിറ്റിയും ഈ പ്ലാൻ അവൈലബിൾ ആണ്. ഇതിൽ എത്ര വയസ്സുള്ളവർക്ക് ചേരാമെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ഈ പ്ലാൻ ചേരാം. 80D പ്രകാരം ടാക്സ് സേവിങ് നമുക്ക് ഇതിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി ഉണ്ട്. ഞാൻ 2-3 തവണയാണ് വരുന്നത്. നമുക്ക് ഏത് ക്യാൻസർ പ്ലാനിലും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പ്ലാൻ സ്റ്റോപ്പ് ആവുന്ന രീതിയിലാണ് ഹെൽത്ത് ഇൻഷുറൻസിലെ ക്രിട്ടിക്കൽ കെയർ പ്ലാൻസ് ഉള്ളത്. ഇവിടെ ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മുടെ പ്ലാൻ എടുത്തിട്ട് 120 days 4 months കഴിഞ്ഞിട്ട് മാത്രമേ ക്യാൻസർ ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ ഈ പ്ലാൻ ചികിത്സ ലഭിക്കുകയുള്ളൂ, അല്ല ഈ പ്ലാന്റെ ഗുണം ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാൻസർ അല്ലാത്ത അസുഖങ്ങൾക്കുള്ള ചികിത്സ ഈ പ്ലാനിൽ ലഭ്യമല്ല. നോൺ അലോപ്പതിക് ട്രീറ്റ്മെന്റ് ലഭ്യമല്ല. ആയുർവേദം അങ്ങനെ വേറെ യുനാനി അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒന്നും ലഭ്യമല്ല. അലോപ്പതിക് ട്രീറ്റ്മെന്റ് മാത്രമേ ഇതിൽ കിട്ടുകയുള്ളൂ. ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ്സ് ഇന്ത്യ ഇതിൽ ലഭ്യമല്ല. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ഈ പ്ലാനിൽ ലഭ്യമാകുന്നത്. ഇന്ത്യയിലെ ക്യാൻസർ പ്ലാനുകളിൽ ഏറ്റവും മികച്ച പ്ലാൻ ആയിട്ടുള്ള, അതായത് ലൈഫ് ലോങ് റിന്യൂവബിലിറ്റിയും നമുക്ക് ഒരുമിച്ച് എമൗണ്ടും തരുന്ന HDFC ERGO ICAN എന്ന പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.